നായി ഫോൺ എടുക്കുന്നില്ലല്ലോ. വെയിറ്റ് ഇവന്റെ പൈസ ഞാൻ അന്ന് തന്നെ ഞാൻ കൊടുത്ത് തീർത്ത്. പിന്നെ എന്തിനു ഇവൻ റീച്ചിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടെന്നൊക്കെ അറിയില്ല കേട്ടാ. അന്ന് തന്നെ ഞാൻ കൊടുത്തേ. ഞാൻ ജസ്റ്റ് പറഞ്ഞു ഇവനോട്, ഓക്കെ ഈ പറഞ്ഞ പോലെ ജോളോ ചിപ്പ് ഇതൊന്നും നിങ്ങൾ തിന്നിട്ടില്ല, അതായത് നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞു. അത് ഓനെ ആദ്യമേ പറഞ്ഞിട്ടാണ് നമ്മൾ വിളിച്ചത്. അത് ഞാൻ പറഞ്ഞു എന്നല്ലാണ്ട് പൈസ കൊടുക്കാണ്ട് ഞാൻ തന്നില്ല. ഇവന്റെ 2000 രൂപയ്ക്ക് ഞാനെന്തിനും ഇങ്ങനെ കളിക്കുന്ന ആവശ്യം? നിനക്ക് പ്രൂഫല്ലേ? ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് ആ വീഡിയോ എല്ലാം എന്നോട് ഡിലീറ്റ് ആക്കിയെന്നാ പറഞ്ഞത്. വീഡിയോ ഡിലീറ്റ് ആയോന്ന് അറിയില്ല. വീഡിയോ ഡിലീറ്റ് ആക്കിയെന്നാ എന്നോട് പറഞ്ഞത്. നിക്ക് വെയിറ്റ് ജാസി ഹെൽപ്പ് ഞാൻ പറയാം നിക്ക്. RP കയറാം. വെയിറ്റ് എന്തൊരു ഇതാ നോക്കിയ. നിക്ക് RP കയറാം. വെയിറ്റ് അവിടേക്ക് ഇത് കുറേ പ്രശ്നമുണ്ട്, മനസ്സിലാ? ഇത് ഒന്നൊന്നല്ല, കുറേ പ്രശ്നമുണ്ട്. ഈഗിളിന്റെ എന്താ സംഭവം? ഈഗിളിന്റെ നമ്മൾ ലാസ്റ്റ് റിയാക്ട് ചെയ്തല്ലേ, പിന്നെന്താ? ഈഗിളിന്റെ നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞല്ലേ ഗൈസ്? അതല്ലേ ഉള്ളു, വേറെന്താ? നിക്ക് ഇതെന്താ നീ നായി ഫോൺ എടുക്കാത്ത? വെയിറ്റ് നോ RP. ഓക്കെ വെയിറ്റ് റിങ് ഉണ്ട് എടുക്കുന്നില്ല. നിക്ക് എടാ ഈഗിളിന്റെ ഞാൻ പറയട്ടെ, ഈഗിളിന്റെ അന്ന് ലാസ്റ്റ് ഞാനും അമ്മും കൊട്ടാന്നെന്തോ പറഞ്ഞ ആടെ തീർന്നല്ലോ. നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല, കറണ്ട് പോയി. നമ്മൾ ആടെ നിർത്തി. പിന്നെ പിറ്റേ ദിവസം AJP കൊണ്ടുവന്ന്. പിന്നെന്താ വേറെന്താ അതിന്റെ അപ്പുറത്ത്? അയാടെ തീർന്നല്ലേ ഗൈസ്? നിക്ക് ഈഗിൾ ന്യൂയോ? എന്താ ന്യൂ? നമ്മൾ ലാസ്റ്റ് റിയാക്ട് ചെയ്തത് 2-3 ദിവസം മുമ്പ്. എന്നിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ കറണ്ട് പോയിക്കൊണ്ട് റിയാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെ നമ്മൾ നിർത്തിയല്ലേ. പിന്നെന്താ അത് അവിടെ വിട്ടു ഗൈസ്. അത് ഞാൻ വിട്ടു. അതോടുകൂടി ഞാൻ എന്തോ കൊട്ടാന്നെന്തോ പറഞ്ഞു. അതവിടെ തീർന്നല്ലോ. പിന്നെന്താ? എടുക്കുന്നില്ല നായിൻ്റെ മോന്. വെറുതെ ഓരോ അപരാധം, ഓൻ്റെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഓരോ അപരാധങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ട് മൈരാണല്ലോ ഉള്ള ഞാൻ കൊടുത്തോളൂ. നിക്ക് ഓക്കെ. ജാസീൻ്റെ കേസ് ഞാൻ ഇന്നലെ അറിയുന്നത് കേട്ടോ. ഇന്നലെ ജാസീൻ്റെ കേസ് ഞാൻ അറിയുന്നത്. ഒരു മിനിറ്റ്, ഞാൻ ജാസീനെ VC വിളിക്കാം. വെയിറ്റ് മങ്കി കയറാം. ഈഗിള് വീണ്ടും റിയാക്ട് ചെയ്തു. എപ്പോ വീണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എടാ വീണ്ടും എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തതല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ അതായത് ജാസി VCടാ. അതായത് ഞാൻ പറഞ്ഞ ഈഗിളിന്റെ കാര്യം ഞാൻ പറഞ്ഞ ഈഗിളിന്റെ നമ്മള് ലാസ്റ്റ് എന്തോ റിയാക്ട് ചെയ്തല്ലേ മറ്റേത് ഏത് എന്തോ ഷഡിക്കണ്ണെന്ന് പറഞ്ഞ് ഞാൻ എന്തോ തിരിച്ചു പറയാൻ പോയി. അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയി. അത് കഴിഞ്ഞു. പിറ്റേ ദിവസം നമ്മളെ AJP വന്നു. അത് തീർന്നു കൈസ്. അത് വിട്. നമ്മൾ വെറുതെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ബാക്കിൽ തൂങ്ങി നടക്കണ്ട. അത് വിട്ടേക്ക് കൈസ്. അത് വിട്. അല്ലേ? അതല്ലേ പറ അല്ലേ? അത്രയല്ലേ വേണ്ടു. നമ്മള് പിന്നെ അതിന് ശേഷം എന്താ? TV 1 lakh ഞാൻ കണ്ടു കൈസ്. ഞാൻ ഇന്നലെ 10-11 മണിയാകുമ്പോൾ ഞാൻ കണ്ടു. ഞാൻ ഇപ്പം ലൈവ് ആണെന്ന് അറിയോ? ഞാൻ ലൈവ് കാണുന്നത് രാത്രി 11 മണിയാവും. അങ്ങനെ ഏതോ ടൈം. അതായത് ജാസീൻ്റെ
ഉമ്മ ഇതില് VC വന്ന ടൈമില്ലേ, ആ ടൈമാണ് ഞാൻ ലൈവ് കാണുന്നത്. ഞാൻ ഒന്ന് ജാസീനും കൂടി വിളിക്കട്ടെ. ഏത് VC ഏത് VC-യാണ്? ഇതാണോ? നിക്ക് ഷമീറെ, ഈഗിൾ ടോപ്പിക് ലീവ്. അതിന് ടോപ്പിക് ലീവ് ചെയ്യാൻ ഞാൻ ആ ടോപ്പിക്ക് പിടിച്ചിട്ടില്ലല്ലോ ഗൈസ്. ഞാൻ ആദ്യമേ അത് പിടിച്ചിട്ടില്ലല്ലോ. ഈ പറഞ്ഞ പോലെ എന്തോ പറഞ്ഞത് നമ്മൾ റിയാക്ട് പോലും ഞാൻ ചെയ്തിട്ടില്ല. അതിന് ഞാൻ റിയാക്ട് പോലും ചെയ്തിട്ടില്ല. ഞാനെന്തോ ജസ്റ്റ് എന്തോ കൊട്ടാതോ അങ്ങനെ എന്തോ പറഞ്ഞതല്ലാണ്ട് ഞാൻ റിയാക്ട് പോലും ഞാൻ അതിൽ ചെയ്തില്ല. മനസ്സിലായോ? പിന്നെ ഞാനെന്താ അത് പിടിക്കേണ്ട ഇതെന്താ? അതെന്തോ പറഞ്ഞു, അതവിടെ തീർന്നല്ലോ. ഞാനെന്തോ കൊട്ടാന്ന് എന്തോ പറഞ്ഞു, ഞാൻ റിയാക്ട് പോലും ചെയ്യാൻ തന്നിട്ടില്ല. മനസ്സിലായോ? അതവിടെ തീർന്നു കഴിച്ചു. പിന്നെന്തിനാ വെറുതെ ഇത്? ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഫാമിലിയിൽ ഒരാൾക്ക് ഒരു ആവശ്യം വന്നപ്പോൾ കണ്ടറിഞ്ഞ് സഹായിച്ചതാ. ഈകളാണെങ്കിലും ആരാണെങ്കിലും TV-യിലുള്ള ആരാണെങ്കിലും എന്തെല്ലാം ഹേറ്റ് ഉണ്ട്, എന്തെല്ലാം ഇതുണ്ട് എന്ന് പറഞ്ഞാലും ഇതിൻ്റെ അകത്ത് നടക്കുന്നതെന്ന് പറഞ്ഞാലും മൂപ്പർ ഈ പറഞ്ഞ പോലെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അതിനനുസരിച്ച് ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. അപ്പോൾ വെറുതെ ഇത് പിടിക്കണ്ടല്ലോ. നമ്മൾ ലാസ്റ്റത്തെ റിയാക്ട് ചെയ്ത് തീർന്നു, അതവിടെ തീർന്നല്ലോ. പിന്നെന്താ? അത് വിട്. മനസ്സിലായോ? ജാസി മെസ്സേജ് ഏത് VC-യാന്ന് നോക്കിയിട്ട്. എടാ MRC-യിൽ ലൈവ് VC 1. അപ്പോ വെയിറ്റ് മറ്റേ നായി എന്താടാ ഫോൺ എടുക്കാത്ത? ഇവൻ എന്നെ കള്ളനാക്കാൻ നിൽക്കുന്നത് നായിൻ്റെ മോന്. പൈസയും കൊടുത്തിട്ട് ഇവന് റീച്ചിന് വേണ്ടി വീഡിയോ ഉണ്ടാക്കി ഇട്ടിട്ട് ഇപ്പോൾ ആക്ക് ഇതാക്കാൻ പറ്റുന്നില്ല. ഹലോ, ഒരു മിനിറ്റ്. ഹലോ ജാസി, ഒരു മിനിറ്റടാ. കേൾക്കുന്നുണ്ടോ ജാസി? കേൾക്കാം. ഓക്കെ. വേറെ ആരുള്ളടാ? ആർക്കുണ്ടോ? മനസ്സിലാവുന്ന അപ്പാപ്പനായിരിക്കും. ഓക്കെ. അപ്പാപ്പൻ എങ്ങനെ കൊണ്ടുവരാം? ലൈവാണോ? അപ്പാപ്പ ലൈവാ. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അറിയില്ല, നമുക്ക് നോക്കാം. ചിലപ്പോ മനസ്സിലാവില്ല. ഏത്? അത് അല്ല, എനിക്ക് ഏകദേശം അറിയാം. ഈ പറഞ്ഞ പോലെ മൂപ്പരും കൂടി ഒന്ന് വരട്ടെ. വന്നോ അപ്പാപ്പോ? കേക്കുന്നുണ്ടോ? ഹലോ, അപ്പോ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ അറിയാത്തവർക്ക് വേണ്ടി? ഞാൻ ഇന്നലെ ലൈവ് കാണുന്നത് ജാസിന്റെ ഉമ്മ സംസാരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത്. ഇന്നലെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പം ഒരു ചെറിയൊരു ചാറ്റ് സ്ട്രീം നമ്മുടെ ചെക്കിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഫണ്ട് റേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ട്രീറ്റ്മെൻറ്റും മറ്റ് വരുന്ന എക്സ്പെൻസ്, സ്റ്റഡി എക്സ്പെൻസ്. ഒന്ന് രണ്ട് ഹാപ്പി ന്യൂസ് ആദ്യം പറയാം. പറഞ്ഞോ ജാസിയെ? പറ. ജാസിയുടെ പറ. അപ്പോ എനിക്ക് ഇപ്പോ അസുഖം എല്ലാവർക്കും അറിയായിരിക്കും. അസദോട് ഞാൻ പറഞ്ഞോളാം. അതൊന്നും പറയണ്ട, ഇത് പറഞ്ഞാൽ മതി. ഇന്ന് എനിക്ക് ഉണ്ടായ സന്തോഷം എന്താന്ന് വെച്ചാൽ അത് പറഞ്ഞു. ഇതെന്ന് വെച്ചാല് ഞാൻ കോളേജിൽ ഫീസ് അടച്ചായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ക്ലാസ്സിൽ തിരിച്ച് കയറി. രാവിലെ ക്ലാസ് തിരിച്ച് കയറിയായിരുന്നു. അതെനിക്ക് വലിയ ഹാപ്പി ആയിരുന്നു. ഒരു മാസത്തോളം ഞാൻ വിലയിരിക്കുമായിരുന്നു, ക്ലാസ്സിലൊന്നും കേട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ക്ലാസ്സിൽ കയറാൻ പറ്റി. അത് വലിയൊരു സന്തോഷമായിരുന്നു. ഇതിന്റെ വീട്ടാകെ ഹാപ്പിയാണ്. ലൈവ് വന്നിട്ട് ഉമ്മ ഹാപ്പിയാണ്. ഇന്നത്തെ ഭയങ്കര ഹാപ്പിയായി.
കേട്ടില്ല. മാട് സലാം പറയുന്നറിയാ. ആ അപ്പോ ഗൈസ്, അപ്പൊ ഇന്നലെ നമ്മള് ഐ തിങ്ക് എല്ലാരും കൂടെ സ്റ്റാർട്ടിങ് ഫ്രം 5, 10, 12 മണിക്കൂറോളം സ്ട്രീം ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് റാംബോ, അവിടുന്ന് മാക്ക് കഴിഞ്ഞിട്ട് ഞാനൊരു 5-6 മണിക്കൂർ. അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടതിന്റെ ഭാഗമായിട്ട് അറൗണ്ട് 4 lakh നമ്മൾ ഏകദേശം നമുക്ക് ഇതായിട്ട് വന്നു. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് നമുക്കത് കിട്ടി. അപ്പോൾ അതിലെ ആദ്യത്തെ ഭാഗം എന്നുള്ള രീതിയിൽ ജാസിയുടെ നമ്മുടെ ചെക്കൻ്റെ പഠിക്കാനുള്ള ഫീസ് കിട്ടി, അവന് ക്ലാസ്സിൽ തിരിച്ച് കയറാൻ പറ്റി. സോ അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം ഷമീർ ഇവിടെ ലൈവിൽ അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഇന്നലെ ഒരു 10-11 മണിക്കാണ് ഈ പറഞ്ഞ പോലെ ഇന്നലെ പെരുന്നാളായിക്കൊണ്ട് ഞാൻ നാട്ടിലായിരുന്നു. ഞാൻ ഇന്ന് എത്തിയതാണ്. ഇന്ന് ഈ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ എത്തിയത്, ഇന്ന് രാവിലെ എത്തി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റൂമിൽ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ. അപ്പം ഞാൻ ഇന്നലെ അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജാസീനെ വിളിച്ചു. എൻ്റെ കയ്യിൽ ഉള്ള ഒരു ഇത് ഞാൻ കൊടുത്തു ജാസിക്ക്. എമൗണ്ടും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ വന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ ആലോചിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ഒരാൾക്കൊരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ആണെങ്കിലും അതിൽ ഇതാക്കണം. അതിപ്പോൾ അപ്പുറത്തുള്ള ആർക്ക് എന്ത് ഇപ്പം നമ്മളെന്ന് മാത്രമല്ല ഗൈസ്, നമ്മളെ കൂട്ടത്തിൽ നിന്ന് മാത്രമല്ല, ഈ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന, നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ആരാണെങ്കിലും നമ്മൾ പറ്റുന്നത്ര സഹായിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്നലെ ഒരു 10-11:30 ഞാൻ ഇവൻ്റെ ഉമ്മ സംസാരിക്കുമ്പോൾ ഞാൻ ലൈവാണ്. അപ്പം എൻ്റെ ഉമ്മ ഈ ലൈവ് ഒന്നും കാണാത്ത ആളാണ്. ഈ പറഞ്ഞ പോലെ ഇവൻ്റെ ഉമ്മാൻ്റെ ശബ്ദം കേട്ട് എൻ്റെ ഉമ്മ വന്ന് നോക്കി. ഉമ്മ പറഞ്ഞ് ഈ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, ഇങ്ങനെയാണ് സംഭവങ്ങൾ, ഇങ്ങനെ എൻ്റെ കൂടെ ഇങ്ങനെ കളിക്കുന്നതാണ്. ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഇതാണ്. ഉമ്മ ലൈവൊന്നും കാണാറില്ല, പക്ഷെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങളൊക്കെ ഉമ്മക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ ഉമ്മ പോകാൻ നേരത്ത് എനിക്കൊരു പൈസ തന്നിട്ടുണ്ട്. അതിന് എമൗണ്ടും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അത് ഞാൻ ജാസ്തി കൊടുത്തു. പിന്നെ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ ഒരു 3 ലൈവായി ഞാൻ ഇപ്പോൾ കിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ലൈവിൻ്റെ റവന്യൂ അടുത്ത ഒരു 3 ദിവസത്തെ റവന്യൂ, അതുകൊണ്ടാണ് ഞാൻ കിക്കിൽ ചെയ്തത്. നിങ്ങൾ ചോദിക്കുന്നുണ്ടാകും കുറേ ആൾക്കാർ ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ഈ യൂട്യൂബിൽ ചെയ്യാത്തതെന്നുള്ളൊരു ഇതുണ്ടാവും. യൂട്യൂബിൽ കുറച്ചും കൂടി വ്യൂവർഷിപ്പ് ഉണ്ടാകും. പക്ഷേ ഈ പറഞ്ഞ പോലെ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൊരു ഇത്രയും ദിവസം ഞാൻ ലൈവ് ഈ പറഞ്ഞ പോലെ 3 ദിവസം ചെയ്ത ലൈവിൻ്റെ പൈസയും ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന ഒരു 3 ദിവസത്തെ ലൈവിൻ്റെ പൈസയും കൂട്ടി, പിന്നെ എൻ്റെ ഈ മാസത്തെ യൂട്യൂബിൻ്റെ റവന്യൂ ഉണ്ട്. ഈ മാസത്തെ യൂട്യൂബിൻ്റെ റവന്യൂ ഇപ്പോൾ 22-ന് വന്നിട്ടുണ്ട്. ഈ റവന്യൂയും കൂടി കൂട്ടിയിട്ട് ഞാൻ നാളെയോ മറ്റന്നാളോ ആയിട്ട് ജാസീനെ കാണാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ലൊക്കേഷൻ എല്ലാം മേടിച്ചിട്ടുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് ജാസി നല്ലൊരു ഇനീഷ്യേറ്റീവാണ് ആക്ച്വലി. കാരണം നമ്മളെല്ലാവരും ഒന്നിച്ച് കൈകോർത്ത് ഇപ്പം നമ്മള് മൊത്തം MRG ആണെങ്കിലും മൊത്തം കമ്മ്യൂണിറ്റി, നമ്മൾ ഉള്ളിൽ റൈവറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെ വേറെ. പക്ഷെ ഒരാവശ്യം വന്നപ്പം ഷമീറെ ഓടിയെത്തിയത് നമ്മളെ EV ആണെങ്കിലും T47 Dectex, VNV തുടങ്ങിയ എല്ലാ നമ്മളെ കമ്മ്യൂണിറ്റിയുള്ള സകല ഗ്യാങ്, നമ്മളെ ഗോകു, അതുപോലെ എല്ലാവരും നമ്മുടെ ഫുൾ ടീം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് ഇന്നലത്തെ കണ്ടിരുന്നു നിങ്ങളെ ലൈവിൽ മൊത്തത്തിലായിട്ട് നമുക്ക് എല്ലാവരും ഈച്ച് ആൻഡ് എവറി പേഴ്സൺസ് ലൈവ് കാണുന്നവരും ഇന്നലെ ഉണ്ടായിരുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ ഇത് ഇനിയിപ്പം ഇന്നലെ ഇത് അറിയാത്തവർക്കും ഇന്ന് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് എന്താണ് പ്രശ്നം കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇഷ്യൂ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതറിയാത്തവർക്കും അതിനെക്കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാത്തവർക്കും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ബ്രീഫ് ചെയ്ത് പറഞ്ഞുതരാം എന്താണ് ഈ കണ്ടീഷൻ എന്നുള്ളത്. സോ ഈ ഒരു കണ്ടീഷന്റെ പേര് ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, അത് എല്ലിൻ്റെ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ജെനറ്റിക് ഡിസീസാണ്. സോ ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ബോൺസ് എളുപ്പത്തിൽ പൊട്ടുന്ന ഒരു രോഗം എന്നുള്ള രീതിയിൽ ഇത് അറിയപ്പെടും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീന് ബോഡിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ജീൻ അല്ലെങ്കിൽ ജെനറ്റിക് ഭാഗമാണ് കൊളാജൻ ടൈപ്പ് 1, 2 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജാസിമോന്റെ ബോഡിയിൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ചില ആൾക്കാർക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ ചില ജാസി നീ അറിയിക്കോ, നമ്മള് ഇറങ്ങി. ഓക്കെ. അപ്പൊ
സോ അപ്പോ ഇതിന്റെ കാര്യം എന്ന് ഞാൻ പറഞ്ഞു ജാസിനെ കഴിഞ്ഞാൽ വിളിച്ചെന്ന് പറഞ്ഞാൽ ഇത് അറിയാത്തവരെ